നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പ്രദേശങ്ങളിൽ കുടുങ്ങിപ്പോയ വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാൻ സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചു. റെയിൽവേ മന്ത്രാലയം ട്രെയിൻ അനുവദിച്ചത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്ന്. വിദ്യാർത്ഥികളെ ഡൽഹിയിൽ നിന്ന് ട്രെയിനിൽ കേരളത്തിലെത്തിക്കും. സംഗീതത്തെ പുതുതലമുറ ഗൗരവമായി കാണുന്നത് ശുഭകരമെന്ന് സംഗീതജ്ഞൻ TM കൃഷ്ണ. സംഗീതം ഇന്ന് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടേതുമായി. ഒറ്റപ്പാലത്ത് ഡയലോഗ് ഫിലിം സൊസൈറ്റിയുടെ പാട്ടും പൊരുളും. തൃശൂരിൽ ഒറിയൻ സ്പെഷ്യൽ കഞ്ചാവുമായി ലഹരി മാഫിയ സംഘം എക്സൈസിന്റെ പിടിയിൽ. 5 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. വിദ്യാർത്ഥികളും ഡ്രൈവർമാരും ഗുണ്ടകളുമാണ് ഇവരുടെ പ്രധാന ഇടപാടുകാരെന്ന് എക്സൈസ്. വാർത്തകൾ വിശദമായി. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാൻ പ്രത്യേക ട്രെയിൻ അനുവദിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്നാണ് റെയിൽവേ മന്ത്രാലയം ട്രെയിൻ അനുവദിച്ചത്. ജമ്മു, ശ്രീനഗർ, ബാരാമുള്ള, പഞ്ചാബ്, ജലന്ധർ എന്നിവിടങ്ങളിൽ നിന്നും ഡൽഹിയിലെത്തിയ വിദ്യാർത്ഥികളെ കേരളത്തിൽ സുരക്ഷിതമായി എത്തിക്കാനാണ് സുരേഷ് ഗോപിയുടെ ഇടപെടൽ. തൃശൂരിൽ ഒറിയൻ സ്പെഷ്യൽ കഞ്ചാവുമായി ലഹരി സംഘം എക്സൈസിന്റെ പിടിയിൽ. സംഘത്തലവൻ രാജേഷ് നേരത്തെയും ലഹരിക്കടത്തു കേസുകളിൽ പ്രതിയാണ്. വിദ്യാർത്ഥികളും ഡ്രൈവർമാരും ഗുണ്ടകളുമാണ് ഇവരുടെ പ്രധാന ഇടപാടുകാരെന്ന് എക്സൈസ് അറിയിച്ചു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ KK സുധീറും സംഘവും നടത്തിയ പരിശോധനയിലാണ് തൃശൂർ നഗരത്തിൽ നിന്ന് മയക്കുമരുന്നുമായി സംഘം പിടിയിലായത്. പ്രധാന പ്രതി രാജേഷ് നേരത്തെയും മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ്. ഇയാളിൽ നിന്ന് ഒറിയൻ സ്പെഷ്യൽ എന്ന പേരിൽ അറിയപ്പെടുന്ന മുന്തിയ ഇനം കഞ്ചാവാണ് പിടിച്ചെടുത്തത്. 5 കിലോയോളം കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട്. കഞ്ചാവ് വാങ്ങി ഉപയോഗിച്ചിരുന്നവരെക്കുറിച്ച് മൊബൈൽ കോൺടാക്റ്റ് അനുസരിച്ച് വിവരം ലഭിച്ചു. ഇവരെ കണ്ടെത്തി കേസെടുക്കുന്നതിനും അഡിക്റ്റായവരെ വിമുക്തി മിഷൻ വഴി പുതുജീവിതത്തിലേക്ക് എത്തിക്കാനും നടപടി സ്വീകരിക്കുമെന്ന് തൃശൂർ എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ AT ജോബി അറിയിച്ചു. മുജീബ് റഹ്മാനൊപ്പം പ്രിവന്റീവ് ഓഫീസർ TJ രഞ്ജിത്ത്, AI ഗ്രേഡ് NR രാജു, PO ഗ്രേഡ് സിജോമോൻ, PO ഗ്രേഡ് KR ബിജു തുടങ്ങിയവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സംഗീതത്തെ പുതുതലമുറ ഗൗരവമായി കാണുന്നത് ശുഭകരമാണെന്ന് സംഗീതജ്ഞൻ TM കൃഷ്ണ. ഒറ്റപ്പാലം ഡയലോഗ് ഫിലിം സൊസൈറ്റി ഒരുക്കിയ പാട്ടും പൊരുളും പരിപാടിയിലെ ആമുഖവേദിയിൽ സംസാരിക്കുകയായിരുന്നു TM കൃഷ്ണ. ഇപ്പോഴത്തെ തലമുറ വളരെ ചെറുപ്പത്തിൽ തന്നെ സംഗീതത്തെ ഗൗരവമായി സമീപിക്കുന്നുണ്ട്. പുതുതലമുറയിൽ സംഗീതത്തിൻ്റെ ഭാവി സമ്പന്നമാണെന്ന് TM കൃഷ്ണ ചൂണ്ടിക്കാട്ടി. പഴയകാലത്തെ ചെറുപ്രായത്തിൽ സംഗീതത്തെ എങ്ങനെയാണ് ഏറ്റെടുത്തതെന്ന് വിലയിരുത്തുമ്പോഴാണ് പുതിയ തലമുറ സംഗീതത്തിന് നൽകുന്ന പ്രാധാന്യം മനസ്സിലാകുന്നത്. പണ്ട് ദേവദാസി ബ്രാഹ്മണ സമൂഹങ്ങളിൽ നിലനിന്നിരുന്ന സംഗീതം ആധുനിക കാലത്തെത്തിയപ്പോൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടേതുമായെന്നും TM കൃഷ്ണ അഭിപ്രായപ്പെട്ടു. Answer on the zero. Maximum passing text. So it is the fact is that big book. Is that it's a treatise, an intellectual treatise. I can disagree with Abraham Pandita. That's a different thing. But the fact that you are not treating the treatise seriously also tells you why. It is also because Abraham Pandita is not treated seriously. It also proves my point that even intellectually, academically kuda, you are not willing to take other voices into the discourse, right? So the fact that Abraham Pandita is ignored is also an example of why we are not, this community, this music is not going, because even intellectual interventions from people from the larger world we have not included. കലാനിരൂപകൻ MJ ശ്രീചിത്രൻ മോഡറേറ്ററായിരുന്നു. കലർപ്പില്ലാത്തതും ലാവണ്യാനുഭൂതി പകരുന്നതുമാണ് ശുദ്ധസംഗീതമെന്ന് പ്രഭാഷകൻ സുനിൽ P ഇളയിടം പറഞ്ഞു. S അജയകുമാർ അധ്യക്ഷത വഹിച്ചു. K പ്രേംകുമാർ MLA, പ്രജിത്ത് ചേതന, TK അച്യുതൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. TM കൃഷ്ണയുടെ കർണാടക സംഗീത കച്ചേരിയും അരങ്ങേറി.
ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരള കലാമണ്ഡലം നീള ക്യാമ്പസിൽ അരങ്ങ് കഥകളി അവതരണം നടന്നു. നിരവധി കഥകളി ആസ്വാദകർ ചടങ്ങിൽ പങ്കെടുത്തു. മുൻ കഥകളി അധ്യാപകനും വിദ്യാർത്ഥിയുമായിരുന്ന കലാമണ്ഡലം ജോൺ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം അക്കാദമിക് കോർഡിനേറ്റർ കലാമണ്ഡലം അച്യുതാനന്ദൻ അധ്യക്ഷത വഹിച്ചു. കലാമണ്ഡലം ജോണിയെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ചെയ്തു. കഥകളി സംഗീതജ്ഞൻ കലാമണ്ഡലം മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാമണ്ഡലം ഡോക്ടർ സുദീപ് മോഹൻ അവതരിപ്പിച്ച കഥകളി പൂതനമോക്ഷം അരങ്ങിലെത്തി. പിന്നണിയിൽ കലാമണ്ഡലം മണികണ്ഠൻ, വിനീഷ് എന്നിവർ ഗാനമാലപിക്കുകയും ശ്രീരാഗ് ചണ്ടയും ഇടക്കയും മനോജ് മദ്ദളത്തിലും വേദിയിലെത്തി. അരുൺ രമേശ്, സോഹാൻ എന്നിവർ അണിയറ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പത്തിരിപ്പാല GVHSലെ SSLC പരീക്ഷയിൽ മുഴുവൻ A+ നേടിയ 10 വിദ്യാർത്ഥികളെ പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് ഉപഹാരം നൽകി അനുമോദിച്ചു. തുടർ പഠനം നടത്താൻ കഴിയാത്ത വിദ്യാർത്ഥികളെ കണ്ടെത്തി അതിനുള്ള സൗകര്യമൊരുക്കുമെന്നും അൻവർ സാദിഖ് പറഞ്ഞു. എല്ലാത്തിനും കമ്പ്യൂട്ടർ സയൻസ് ആണ് അതിൻ്റെ ബേസ്. ഞാനത് പറഞ്ഞു തരാൻ കാരണം ഒട്ടനവധി സ്ഥാപനങ്ങൾ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പോകുന്ന ആളാണ് ഞാൻ എന്നുള്ളത് കൊണ്ടാണ്. പല കുട്ടികളും ചിലപ്പോൾ എന്തെന്നറിയാതെ കമ്പ്യൂട്ടർ സയൻസ് എടുക്കും, കൊമേഴ്സ് എടുക്കും. അതെല്ലാം എടുത്ത് 2 വർഷം കഴിഞ്ഞ് +2 റിസൾട്ട് കഴിഞ്ഞിട്ടായിരിക്കും അവർക്ക് ചിലപ്പോൾ ആഗ്രഹം തോന്നുക നമുക്ക് ഡോക്ടറാകണം, അല്ലെങ്കിൽ പാരാമെഡിക്കൽ ഫീൽഡിലേക്ക് പോകണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാർമസി കോഴ്സുകളിലേക്ക് പോകണം എന്നല്ല, മെഡിക്കൽ ഫീൽഡിലേക്ക് പോകണം എന്ന് ആഗ്രഹിച്ചാൽ ചിലപ്പോൾ ഈ കോഴ്സ് പറ്റിയെന്ന്. തുടർ പഠനം എന്ന് തിരഞ്ഞെടുക്കണം എന്നതിനെക്കുറിച്ച് കരിയർ ക്ലാസ് നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ അബ്ദുൽ ഹക്കീം അധ്യക്ഷത വഹിച്ചു. സുലൈമാൻ, ഫാസിൽ എന്നിവർ സംസാരിച്ചു. സുമയ്യ, വൈഷ്ണവ്, ദേവസൂര്യ, ഷിയ ഫാത്തിമ, അഖില, അബ്ദുസമദ്, അൽഹയറിൻ, ലഫീസ, അർജുൻ ദാസ്, അബ്ദുൾ സമദ് എന്നീ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വിശ്വജീവൻ ഡയറക്ടർ പ്രദീപ് കുമാർ രചിച്ച വിശ്വജീവൻ യോഗ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിലമ്പൂർ ചോക്കാട് ഗ്രാമദീപം ആശ്രമം മഠാധ്യക്ഷ ദേവകി ടീച്ചർ നിർവഹിച്ചു. ആത്മീയ പ്രഭാഷകൻ ഗോപാലകൃഷ്ണൻ മാസ്റ്റർ, പ്രൊഫസർ സുഗത തുടങ്ങിയവർ പങ്കെടുത്തു. ഫെഡറേഷൻ ഓഫ് നാഷണൽ പോസ്റ്റൽ ഓർഗനൈസേഷന്റെ 30ാമത് സംസ്ഥാന സമ്മേളനം 12 മുതൽ 14 വരെ പാലക്കാട് നടക്കും. തപാൽ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ പുറം കരാർ നൽകി സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തെ ചെറുത്തു തോൽപ്പിക്കാനുള്ള സമരമാർഗങ്ങൾ സമ്മേളനം ആവിഷ്കരിക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എന്നും FNPO അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ പോസ്റ്റ് ഓഫീസ് ആക്ട് 2023 ഭേദഗതി വരുത്തി
മുഴുവൻ അധികാരങ്ങളും വകുപ്പിൽ കേന്ദ്രീകരിക്കുകയും അതിനുശേഷം വ്യാപകമായി തപാൽ RMS ഓഫീസുകൾ അടച്ചുപൂട്ടിയും തപാൽ ഓഫീസുകളിൽ നിന്നും കത്ത് വിതരണം എടുത്തുമാറ്റി കേന്ദ്രീകൃത ഡെലിവറി സെൻ്ററുകൾ ആരംഭിച്ചും തസ്തികകൾ വെട്ടിക്കുറച്ചും വകുപ്പിനെ ഇല്ലാതാക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ 23 പോസ്റ്റൽ ഡിവിഷനുകളിൽ നിന്നും 3 RMS ഡിവിഷനുകളിൽ നിന്നുമായി 1200ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. 12-ന് നടക്കുന്ന സമ്മേളനം AICC ജനറൽ സെക്രട്ടറി രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം ചെയ്യും. DCC പ്രസിഡന്റ് A തങ്കപ്പൻ അധ്യക്ഷത വഹിക്കും. MP-മാരായ VK ശ്രീകണ്ഠൻ, ഡീൻ കുര്യാക്കോസ് എന്നിവർ പങ്കെടുക്കും. വനിതാ സമ്മേളനം മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 4-ന് പ്രകടനം നടക്കും. തുടർന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്യും. KPCC സെക്രട്ടറി ഹരിഗോവിന്ദൻ മുഖ്യപ്രഭാഷണം നടത്തും. സംഘടനയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ജനറൽ ശിവജി വാസിറെഡ്ഡി, സെക്രട്ടറിമാരായ NK ത്യാഗി, നിസാർ മുജാവർ, PU മുരളീധരൻ എന്നിവർ പ്രസംഗിക്കും. 13-ന് നടക്കുന്ന സെമിനാർ പോസ്റ്റ് മാസ്റ്റർ ജനറൽ സയ്യിദ് റാഷിദ് ഉദ്ഘാടനം ചെയ്യും. ട്രേഡ് യൂണിയൻ സുഹൃത്ത് സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിർവഹിക്കും. 14-ന് നടക്കുന്ന സമാപന സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. അത് നമുക്ക് ഇന്നത്തെ രാജ്യം നേരിടുന്ന ഈ യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അതിയ ദുഃഖമുണ്ട്. നമുക്ക് രാജ്യ താല്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ വലിയ പ്രകടനങ്ങളൊന്നും ഇല്ലാതെ തന്നെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ സർക്കിൾ അഖിലേന്ത്യാ നേതാക്കന്മാരെല്ലാം നാളെ എത്തും. ഇന്ന് വൈകുന്നേരം എല്ലാവരും എത്തുന്നുണ്ട്. അവരോട് ആലോചിച്ചിട്ടാണ് നമ്മൾ ഈ സാഹചര്യം വിലയിരുത്തിയിട്ട് നമ്മൾ ചെയ്യുന്നത്. സമ്മേളനം വലിയ ആഘോഷങ്ങളില്ലാതെ തന്നെ നമ്മൾ നടത്തി നമുക്ക് ഈ സംഘടനാപരമായുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമായതുകൊണ്ട് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് നമ്മളിത് നാളെ തിങ്കളാഴ്ച നമ്മളിത് ഒരു രമേശ് ചെന്നിത്തലയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മൾ മുഖ്യ പ്രഭാഷണം ചെയ്യുന്നത് നമ്മുടെ MP ശ്രീകണ്ഠനാണ്. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടൻ ട്രേഡ് യൂണിയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അതുപോലെ ഹരിഗോവിന്ദൻ മുഖ്യ പ്രഭാഷണം ട്രേഡ് യൂണിയൻ സമ്മേളനത്തിൽ സംസാരിക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ മേലധികാരികളായ PMG ഷെയ്ദ് റഷീദ് സർ പങ്കെടുക്കുന്നുണ്ട്. അത് നമ്മുടെ ട്രേഡ് യൂണിയൻ്റെ ഇന്നത്തെ സാഹചര്യം വിലയിരുത്തിക്കൊണ്ടുള്ള പുതിയ മാറ്റങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സമ്മേളനമാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ, സ്വാഗത സംഘം ജനറൽ കൺവീനർ ബാലകൃഷ്ണൻ കൂട്ടാല, വർക്കിംഗ് ചെയർമാൻ K സദാനന്ദൻ, NV വിനോദ്, C ശിവസുന്ദരൻ, K കരുണാകരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ ഷൊർണൂർ ബ്രാഞ്ച് സമ്മേളനം CITU പാലക്കാട് ജില്ലാ പ്രസിഡന്റ് PN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ കോഓപ്പറേറ്റീവ് ഈവനിംഗ് ബ്രാഞ്ച് ഹാളിലായിരുന്നു സമ്മേളനം. എല്ലാ മേഖലയിലും ശക്തമായി ഇടപെടേണ്ട ഒരു കാലഘട്ടം. നമ്മുടെ എല്ലാ ശക്തികളെയും ഒന്നിച്ച് അണിനിരത്തിക്കൊണ്ട് ഈ നിലപാടുകൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തേണ്ട ആവശ്യകത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നേറണം എന്ന് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് രാജ്യം നേരിടുന്ന ഭീഷണിക്കെതിരെ ഒറ്റക്കെട്ടായി നിരക്കുകയും രാജ്യത്ത് അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ സാമൂഹ്യ തിന്മക്കെതിരായിട്ടുള്ള ശക്തമായ പ്രതികരണം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുക. ഈ കാലഘട്ടത്തിന്റെ അനിവാര്യത ഏറ്റെടുക്കുവാൻ വേണ്ടി കഴിയട്ടെ എന്ന് രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും ഐക്യത്തെയും തകർക്കുന്ന ശക്തികളെ ചെറുത്തു തോൽപ്പിക്കണമെന്നും ഭീകരാക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടി പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. റെയിൽവേ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക, ഷൊർണൂർ സബ് ഡിവിഷൻ റെയിൽവേ ഹോസ്പിറ്റൽ ഒഴിവുകൾ നികത്തുക, സ്ത്രീരോഗികളെ ചികിത്സിക്കാൻ ലേഡി ഡോക്ടർ തസ്തികയിൽ നിയമനം നടത്തുക, ഷൊർണൂരിൽ റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ട്, കല്യാണ മണ്ഡപം എന്നിവ സ്ഥാപിക്കുക, ഷൊർണൂർ IHO മെയിൻ്റനൻസ് ഡിപ്പോ വന്ദേ ഭാരത് കോച്ചുകളുടെ ഷോപ്പ് ഷെഡ്യൂൾ 1 പ്രവൃത്തികൾക്കായി അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടിയ വർക്ക്ഷോപ്പാക്കി മാറ്റുക, NPS-ഉം UPS-ഉം നിർത്തലാക്കി പഴയ പെൻഷൻ പദ്ധതിയായ OPS നടപ്പാക്കുക എന്നീ ആവശ്യങ്ങളും സമ്മേളനം പ്രമേയത്തിൽ ഉന്നയിച്ചു. ബ്രാഞ്ച് പ്രസിഡന്റ് T രാജേഷ് അധ്യക്ഷത വഹിച്ചു.
സെക്രട്ടറി കെ കിരൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു. AILRSA ഡിവിഷൻ വർക്കിംഗ് പ്രസിഡന്റ് കെ കേശവൻ, DREU കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് PB അനിൽകുമാർ, ഡിവിഷൻ പ്രസിഡന്റ് P രഘുനാഥൻ, DRPU ഡിവിഷൻ സെക്രട്ടറി R മണി എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി T രാജേഷ് പ്രസിഡന്റ്, കെ കിരൺദാസ് സെക്രട്ടറി, ജോഷി അഗസ്റ്റിൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെല്ലോഷിപ്പിന്റെ ഭാഗമായുള്ള സൗജന്യ കലാപരിശീലനം 2025 പരിപാടിക്ക് ഷൊർണൂർ ക്ലസ്റ്ററിൽ തുടക്കം. കലാപരിശീലനം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. പഠിതാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് നൃത്തവും സംഗീതവും അതുപോലെ തന്നെ നാടകവുമൊക്കെ താഴെ തലങ്ങളിൽ അവതരിപ്പിക്കുക എന്നതാണ്. അതിനാവശ്യമായിട്ടുള്ള സൗകര്യം, പഠിക്കാനാവശ്യമായിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക എന്നതാണ് നഗരസഭ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുന്നത്. 2017 കേരളത്തിലെ ഗവൺമെന്റ് ഈ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് കലാകാരന്മാരോടുള്ള പ്രതിബദ്ധത കുറെ കൂടി ആവർത്തിച്ച് ഉറപ്പിക്കുന്ന ഒന്നാണ്. ശനിയാഴ്ച രാവിലെ നഗരസഭാ കൗൺസിൽ ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P സിന്ധു അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ കോർഡിനേറ്റർ സന്ദീപ് കുമാർ പദ്ധതി വിശദീകരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SG മുകുന്ദൻ, കൗൺസിലർമാരായ P പ്രസാദ്, CK സൗമ്യ, CC ഉഷാദേവി, KS ശോഭന, രാജലക്ഷ്മി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ കുളപ്പുള്ളിയിൽ അപൂർവ രോഗം ബാധിച്ച ഒരു വയസ്സുകാരന്റെ ചികിത്സയ്ക്ക് സുമനസുകളുടെ സഹായം തേടുന്നു. 20 ലക്ഷം രൂപയാണ് പിഞ്ചുകുഞ്ഞിന്റെ ചികിത്സയ്ക്കായി ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. കുളപ്പുള്ളി അണ്ണാഞ്ചേരിപ്പറമ്പ് തോട്ടത്തിൽ രൂപേഷ് ഷർമിള ദമ്പതികളുടെ ഏകമകനായ 1 വയസ്സുള്ള പ്രണവ് കൃഷ്ണയാണ് ഗ്ലോബൽ ഡെവലപ്മെന്റ് ആൻഡ് എപ്പിലെപ്സി എന്ന അപൂർവങ്ങളിൽ അപൂർവമായ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. കുട്ടിയുടെ സ്ഥിതി ഗുരുതരമാണ്. രോഗം ചികിത്സിച്ച് ഭേദമാക്കണമെങ്കിൽ 20 ലക്ഷം രൂപ വേണം. കൂലിപ്പണിക്കാരനായ കുട്ടിയുടെ അച്ഛൻ രൂപേഷിന് ഭീമമായ ഈ തുക കണ്ടെത്താൻ പ്രയാസമാണ്. കുട്ടിയുടെ ചികിത്സയ്ക്കായി ജനങ്ങളുടെ കൂട്ടായ്മയിൽ പ്രണവ് കൃഷ്ണ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. P മമ്മിക്കുട്ടി MLA രക്ഷാധികാരിയായ സമിതിക്ക് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, 33-ാം വാർഡ് കൗൺസിലർ KP പ്രസാദ്, 32-ാം വാർഡ് കൗൺസിലർ P പ്രസാദ്, KT രവിദാസ്, രാജൻ പയ്യനേഴി, കൃഷ്ണൻകുട്ടി മാസ്റ്റർ, ഉണ്ണികൃഷ്ണൻ പാപ്പുള്ളി, MP സതീഷ് കുമാർ എന്നിവരാണ് ചുക്കാൻ പിടിക്കുന്നത്. കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സുമനസ്സുകളുടെ അകമഴിഞ്ഞ സഹായമുണ്ടാകണമെന്ന് ചികിത്സാ സഹായ സമിതി ചെയർമാൻ കൂടിയായ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. ഇപ്പോൾ ജനങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ 20 ലക്ഷം രൂപ ശേഖരിക്കാൻ ബഹുമാനപ്പെട്ട MP VK ശ്രീകണ്ഠൻ, അതുപോലെ P മമ്മിക്കുട്ടി, ഇവരെല്ലാം രക്ഷാധികാരികളായിട്ടും നഗരസഭ ചെയർമാനായിട്ടും 33-ാം വാർഡ് കൗൺസിലർ KP പ്രസാദ് കൺവീനറുമായിട്ടുള്ളൊരു കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ ഒരു തുടർ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടാണ് നമുക്ക് ശേഖരിക്കേണ്ടത്. അതിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള നമ്മൾ KT രവിദാസ്, രാജൻ പയ്യനഴി ട്രഷററാണ്. വൈസ് ചെയർമാനായിട്ട് 32-ാം വാർഡിലെ കൗൺസിലർ പ്രസാദ്, ജോയിന്റ് സെക്രട്ടറി കൃഷ്ണൻകുട്ടി മാസ്റ്റർ, ഇങ്ങനെയാണ് ഭാരവാഹികളായിട്ടുള്ളത്. പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ് അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ളത്. അക്കൗണ്ടിൻ്റെ ഡീറ്റെയിലൊക്കെ നമ്മൾ പ്രസിദ്ധപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നല്ല സഹകരണം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഫണ്ട് സമാഹരിക്കുന്നതിൽ ഉണ്ടാവണം. ഈ കുട്ടിയെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അപ്പോൾ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമെന്നാണ് പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹായങ്ങളും സഹകരണങ്ങളും ഈ അവസരത്തിൽ തേടുകയാണ്. അതിന് മാധ്യമങ്ങളുടെ ഒരു നല്ല പിന്തുണ, പ്രചരണം ഉണ്ടാകണം എന്നും. ചികിത്സാ സഹായ സമിതി ട്രഷറർ രാജൻ പയ്യനേഴി, വൈസ് ചെയർമാൻ P പ്രസാദ്, K പ്രസാദ്, PK വേണുഗോപാലൻ എന്നിവരും
വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പ്രദേശങ്ങളിൽ കുടുങ്ങിപ്പോയ വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാൻ സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചു. റെയിൽവേ മന്ത്രാലയം ട്രെയിൻ അനുവദിച്ചത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്ന്. വിദ്യാർത്ഥികളെ ഡൽഹിയിൽ നിന്ന് ട്രെയിനിൽ കേരളത്തിലെത്തിക്കും. സംഗീതത്തെ പുതുതലമുറ ഗൗരവമായി കാണുന്നത് ശുഭകരമെന്ന് സംഗീതജ്ഞൻ TM കൃഷ്ണ. സംഗീതം ഇന്ന് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടേതുമായി. ഒറ്റപ്പാലത്ത് ഡയലോഗ് ഫിലിം സൊസൈറ്റിയുടെ പാട്ടും പൊരുളും. തൃശൂരിൽ ഒറിയൻ സ്പെഷ്യൽ കഞ്ചാവുമായി ലഹരി മാഫിയ സംഘം എക്സൈസിന്റെ പിടിയിൽ. 5 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. വിദ്യാർത്ഥികളും ഡ്രൈവർമാരും ഗുണ്ടകളുമാണ് ഇവരുടെ പ്രധാന ഇടപാടുകാരെന്ന് എക്സൈസ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.